ഹലോ ഗൈസ്, മുന്നോട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? സംഭവിച്ചത് നമ്മള് 3 മണിയാകുമ്പം ഹാൾട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എങ്കിൽ കൂടിയും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഹൈവേയിൽ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 50 കിലോമീറ്റർ വന്നു. ഇതിൽ ഒരു എക്സിറ്റ് പോലും നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. ദൂരം വെച്ച് ഇപ്പം നമ്മളെ കൊണ്ടുപോകാം. ഈ ഹൈവേയിൽ വണ്ടി നിർത്താനും പറ്റില്ല, ഹാൾട്ടടിക്കാൻ പറ്റില്ല. 23 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് കാണുന്നുണ്ട് അല്ലേ? ലെഫ്റ്റ് കാണുന്നുണ്ട്. എക്സിറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എക്സിറ്റ് ആണോ സ്ലൈറ്റ് ലെഫ്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഈ സാധനം തന്നെ കുറച്ച് ലെഫ്റ്റ് ആയിരുന്നാണെങ്കിലും അങ്ങനെ കാണിക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. 30 കിലോമീറ്റർ കഴിഞ്ഞപ്പം കണ്ടിന്യൂസ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഒരു ദണ്ഡികൾ പെട്ടു. ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന് പറയുന്ന പോലെ ചെറിയൊരു പണി പാളിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പാളിയിട്ടൊന്നുമില്ല, കുറച്ച് കൂടുതൽ നേരം ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പണ്ട് നമ്മൾ 1512 കിലോമീറ്റേഴ്സ് കൂടിയാണ് കേട്ടോ സോണാലിക്ക്. വേഗം വേഗം പോകുന്നുണ്ട്. ഇപ്പൊ റോഡുകൾ നല്ല ഉണ്ടായി തോന്നുന്നു അല്ലേ? വേഗത 100 കിലോമീറ്ററിലാണ് 100-120 കാണിക്കുന്നത് ഇവിടെ സ്പീഡ്. 120 കിലോമീറ്റർ സ്പീഡിൽ പോകാം. ഇവിടെ നല്ല മനോഹരമായിട്ടാണ് സൈഡിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതടിച്ചു. എക്സ്റേ അടിച്ചോ? അല്ല, എക്സ്റേ അല്ല, ഒരു ഫ്ലാഷ് അടിച്ചുണ്ടോ? പരിവാഹന കയറി നോക്കിയാൽ 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ 60 സ്പീഡ് കണ്ടോ? ഫൈൻ വരുമോ? ഇപ്പൊ മാറിയത് എത്ര? ഇവിടെ ഇതിന്റെ മുന്നേ 120 കണ്ടത്. ഇവിടെ 60 കണ്ടോ? താഴത്തേക്ക് ഇറങ്ങുന്നോണ്ടാണ് കേട്ടോ 60-40 കൊടുത്തത് ആണെന്ന് തോന്നുന്നു. അറിയില്ല. നല്ലൊരു വെളിച്ചം വന്നായിരുന്നു. നമ്മളെയായിരുന്നു പിടിച്ചു. എന്തായാലും ഫൈൻ വരുമോന്നുള്ളത് നമുക്ക് കുറച്ച് നോക്കാം. ആയിക്കോട്ടെ. പിന്നെ സോളാറിന്റെ മൊത്തം ലൈറ്റ്സ് ഒക്കെ അങ്ങനെയാട്ടോ ഇവിടെ കാണുന്നത്. അപ്പൊ നൈറ്റ് ഒക്കെ അടിപൊളിയായിരിക്കും ഇവിടെ ഈ റോഡൊക്കെ കാണാൻ. കുറച്ച് സ്പീഡ് കുറച്ച് പോവാ അല്ലേ? 80 പോവാൻ തോന്നുന്നു. അപ്പൊ ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ വിഷയം. ഹൈവേ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും 10,000 രൂപ ഫൈൻ വരാൻ സാധ്യത. ഇതാണ് നിലവിലത്തെ വിശേഷം. അപ്പൊ ശരി ഗൈസ്, see you again.